ഹോർമുസിൽ ഫ്രഞ്ച് കപ്പലിനെ ഇറാൻ വെടിവെച്ച് തുരത്തി. മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വെടിവെപ്പ് നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. CMA-CGM സാൻ ആന്റോണിയോ എന്ന കണ്ടെയ്നർ ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഈ മേഖലയിലൂടെ വളരെ എളുപ്പത്തിൽ കടന്നു കയറാനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ അമേരിക്ക ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച വിവരം യഥാർത്ഥത്തിൽ ഈ ഫ്രഞ്ച് കപ്പൽ അറിയാതെ പോയി എന്നും പറയുന്നു. അതല്ലെങ്കിൽ ഈ മേഖലയിൽ ഏറെക്കുറെ മൈനുകൾ നീക്കം ചെയ്തു, സ്വതന്ത്ര പാതയാക്കിയിട്ടുണ്ട്, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ അമേരിക്ക പറഞ്ഞത് വിശ്വസിച്ച് പോയതാണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ശക്തമായിരിക്കുന്ന ആക്രമണമാണ്, മിസൈൽ ആക്രമണവും വെടിവെപ്പും നടന്നായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. മാൾട്ട ഫ്ലാഗാണ് കപ്പൽ കാണാൻ വേണ്ടി സാധിച്ചത്. കടലിന് ഏകദേശം ഹോർമുസ് കടൽ കടന്ന് കയറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഹോർമുസിൻ്റെ ഏറെക്കുറെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. കപ്പലിന് വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിച്ചിട്ടുണ്ട്, ജീവനക്കാർക്ക് പരിക്കേറ്റു, അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഏത് തരത്തിലാണ് കേടുപാട് എന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നില്ല. പക്ഷേ ചില ഭാഗത്ത് തീപിടുത്തം നടന്നതായിരിക്കുന്ന വിവരവും പിന്നീട് തീ കെടുത്താൻ വേണ്ടി സാധിച്ചു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. ആക്രമണം മുന്നറിയിപ്പ് ലംഘിച്ചതിനാലാണ് എന്നുള്ളത് IRGC ആവർത്തിക്കുകയും ചെയ്തു. യുദ്ധം 68ാം നാൾ എത്തിയ സമയത്തും മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു ഇളവുകളുമില്ല. അത് ഇറാൻ്റെ നിലപാടിനനുസരിച്ചും അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനനുസരിച്ചും ഈ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹോർമുസ് കടലിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ട്രൂത്ത് സോഷ്യൽ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യുദ്ധം നിർത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും തന്നോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മധ്യസ്ഥരാണല്ലോ, അപ്പോൾ അവർ പറയുന്നത് പരിഗണിക്കണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ വലിയ വിജയം നേടിയിട്ടുണ്ട്. അത് അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള വിജയമാണ് അമേരിക്ക ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടും ഇറാന് മേലെ നേടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ യുദ്ധം തുടരേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, അതിനുശേഷം ഇറാനുമായി ചർച്ച നടത്താൻ വേണ്ടി ചർച്ച തുടരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള ഏകദേശം ഈ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഭീതി പൂണ്ട് സംസാരിക്കുന്ന തരത്തിലെന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പ്രതികരിച്ചത്. ഗതിയും പരഗതിയുമില്ലാത്തൊരവസ്ഥയെ അവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് IRGC ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ എതിർക്കുകയും ചെയ്തു, അല്ലെ ആക്ഷേപിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഏത് തരത്തിലാണ് പാകിസ്ഥാനെ അമേരിക്ക അംഗീകരിക്കുക? പാകിസ്ഥാൻ തന്നെ ഒരു ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ്. അവിടെ എല്ലാ കാലത്തും സംഘർഷവും പ്രശ്നങ്ങളുമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളും വെടിവെപ്പും നടത്താറുണ്ട്. അതൊരു രാജ്യമായിട്ട് അംഗീകരിക്കാനൊന്നും സാധിക്കുകയില്ല എന്ന് മുമ്പ് തന്നെ അമേരിക്ക പറഞ്ഞു വെച്ചതാണ്. മാത്രമല്ല, ഭീകരവാദിയായിരിക്കുന്ന ബിൻ ലാദന് സംരക്ഷണം നൽകിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ സൈനികർ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് അബാട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ബിൻ ലാദൻ ഉണ്ടായിരുന്നത്. അത് കൃത്യമായ രീതിയിൽ ഈ പാകിസ്ഥാൻ്റെ മിലിറ്ററികൾക്ക് അറിയാമായിരുന്നു. പ്രാക്ടിക്കലിന് വേണ്ടി എത്തുന്ന പ്രദേശവും താമസിക്കുന്ന പ്രദേശം ഏറെക്കുറെ അബാട്ടാബാദിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഇവിടേക്ക്, അത് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ സൈനികരാണ് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ സൈനികർ എന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലാകാത്ത തരത്തിൽ ബിൻ ലാദനോട് ഒളിച്ച് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊട്ടന്മാരൊന്നും അല്ല എന്ന് അമേരിക്ക തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒബാമയുടെ കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഒബാമ ഈ ഭീകരരെ സഹായിച്ചു എന്ന് ആവർത്തിച്ചുകൊണ്ട് പാകിസ്ഥാനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അബാട്ടാബാദിൻ്റെ ആകാശത്തിലൂടെ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇത് ബിൻ ലാദനാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു. അതായത് വീടിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് നടക്കുക, ഒറ്റപ്പെട്ടൊരു വീടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഏരിയയിലോ ഈ ഭാഗത്തോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് അന്താരാഷ്ട്ര തലത്തിൽ UN സഭയുടെ നേതൃത്വത്തിൽ ഒരു ആരോഗ്യ പരിശോധന ക്യാമ്പ് ഈ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് നടത്തപ്പെട്ടിരുന്നു. ഫ്രീ ആണ് ക്യാമ്പ് നടത്തുന്നത്. അത് UN സഭയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പരമാവധി ആൾക്കാർ പോകും.
അങ്ങനെ ഇവർ നിരീക്ഷിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യം കൃത്യമാണെങ്കിൽ ഒരു വീട് മാത്രം അവിടേക്ക് എത്തിയിട്ടില്ല, ഒരു വീട്ടിൽ നിന്ന് ആളുകൾ മാത്രം വന്നിട്ടില്ല എന്നൊരു കണ്ടെത്തി എന്നാണ് പറയുന്നത്. അത് ഒറ്റപ്പെട്ട ഒരു വീടാണ്, അത് അത്യാവശ്യമായിട്ടുള്ള 2ഓ 3ഓ നിലയുള്ള വീടാണ്, അതിൻ്റെ ചുറ്റുഭാഗത്തും വേറെ വീടുകളില്ല. അവിടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് തൊട്ടടുത്ത പ്രദേശത്ത് ഗ്രൗണ്ടുകളുണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ക്രിക്കറ്റ് ബോൾ ഇങ്ങോട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഇവരുടെ വീടിൻ്റെ പരിസരത്തേക്ക് തെറിച്ച് വീണ് വന്നാൽ ഇവർ ക്രിക്കറ്റിൻ്റെ ബോൾ തിരിച്ചു കൊടുക്കില്ല, പകരം അതിന് പണമാണ് കൊടുക്കുക എന്നതൊക്കെ ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു മുനയിൽ ഈ ഏരിയ ഉണ്ടായിരുന്നു. പിന്നീട് ആകാശ നിരീക്ഷണം നടത്തി. അതായത് റഡാർ സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണ് പാകിസ്ഥാനിൽ എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാം. അപ്പോൾ 1 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. ഉയരം നോക്കുകയാണെങ്കിൽ, ആകാശത്തിലേക്കുള്ള ഉയരം നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ദൂരപരിധിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് പാകിസ്ഥാൻ്റെ കൈവശത്തിലുള്ള റഡാർ സംവിധാനം എങ്കിൽ അതിനേക്കാണ് ഉയരത്തിൽ നിന്നാണ് അമേരിക്കയുടെ യുദ്ധവിമാനം ഈ വീടിനെ നിരീക്ഷിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ റഡാർ സംവിധാനം കാണാൻ വേണ്ടി സാധിക്കില്ല ആകാശത്തിൻ്റെ മുകളാകുന്ന സമയത്ത്. അതേതുപോലെ ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ പിടിക്കാൻ വേണ്ടിയിട്ട് സമാനമായിരിക്കുന്ന തന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചത്. അവരുടെ റഡാർ സംവിധാനത്തിൻ്റെ മേലെയായിരുന്നു അവരുടെ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് ഗദ്ദാഫിയുടെ കാറുകൾ ട്രിപ്പോളിയിൽ നിന്ന് മറ്റേതോ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ അതിൽ ബോംബിടുന്നു, പിന്നീട് കാറ് ചിതറുന്നു. നമുക്കറിയാവുന്നതാണ്. പിന്നീട് ഗദ്ദാഫി പിടികൂടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദിന് സംരക്ഷണം നൽകിയ പാകിസ്ഥാൻ്റെ വാക്കുകൾ അമേരിക്ക വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക മാത്രമേ വിശ്വസിക്കൂ, ലോകം അത് വിശ്വസിക്കില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന അധികാര നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലാണ് എന്ന് ലോകം സ്ഥിരപ്പെടുത്തുന്നു. അതിൽ ഒരു പങ്കാളിത്തം അമേരിക്കക്കോ ഇസ്രായേലിനോ അല്ല. അവർക്ക് ഈ മേഖല കേന്ദ്രീകരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കണമല്ലോ. പ്രത്യേകപരമായിരിക്കുന്ന ഈ സൈനിക നടപടിക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നു അമേരിക്ക. പക്ഷേ എവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനികർക്കും യുദ്ധക്കപ്പലുകൾക്കും സംവിധാനങ്ങൾക്കും നിരന്തരം ഇറാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഹോർമുസിൻ്റെ കടലിൻ്റെ ചുറ്റുഭാഗം കാട് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈനികരെ ഒളിച്ചു നിന്നാൽ കാണാനൊന്നും സാധിക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ പല ഭാഗങ്ങളിൽ ഗുഹകളുണ്ട് എന്നാണ് പറയുന്നത്, ബങ്കർ പോലെയുള്ള ഏരിയകൾ. അപ്പോൾ പെട്ടെന്ന് അവർ പ്രത്യക്ഷമാകുന്നു, ആക്രമിക്കുന്നു, പെട്ടെന്ന് അവർ അപ്രത്യക്ഷമാകുന്നു. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാതെ പോകുന്നു. അതിൻ്റെ ഒരു നിരാശയും അതിൻ്റെ ഒരു പ്രയാസം അമേരിക്കക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒളിപ്പോർ യുദ്ധം പോലെയാണ് IRGC ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടക്കുന്നത്. ഒളിപ്പോർ യുദ്ധം എന്ന സമയത്ത് ഒളിഞ്ഞു നിന്നിട്ടാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഹമാസിനോട് ഇസ്രായേൽ തോറ്റുപോയത് ഒളിപ്പോർ യുദ്ധം കൊണ്ടാണ്. നേർക്കുനേരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഹമാസിൻ്റെ എല്ലാ ഈ പോരാളികളെന്ന് പറയുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ആയുധധാരികളെയും ഇല്ലാതാക്കാൻ വേണ്ടി കൂടി വന്ന 10 ദിവസം മതി. മുഖാമുഖമുള്ള യുദ്ധം, മുഖാമുഖം അവർ യുദ്ധം ചെയ്തിട്ടേ ഇല്ല. അവർ ചെയ്യുന്നത് ഒളിപ്പോർ യുദ്ധമാണ്. ഈ ഒളിപ്പോർ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക. 2 കൊല്ലം യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ 30,000-ഓളം സൈനികർ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഈ ഹമാസിൻ്റെ ആളുകൾ. അവരൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവരിപ്പോഴും ഉണ്ട്, കരുത്താണ്, ശക്തി ആർജിക്കുന്നു. ഈ മേഖലയിൽ ഇപ്പോഴും അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ച് അന്താരാഷ്ട്ര സൈന്യത്തെ അയക്കാൻ വേണ്ടി ആർക്കും താല്പര്യമില്ല. കാര്യം സംഘർഷ ഭൂമിയായിട്ട് ഗസ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മേഖലയിൽ ഇപ്പോൾ ഫ്രഞ്ച് കപ്പലിനെ ആക്രമിച്ചതോടുകൂടി യൂറോപ്പിൻ്റെ ഒരു കപ്പലും കടന്നു പോകാൻ പറ്റാത്ത വിധം എല്ലാവർക്കും വലിയ ഭയപ്പാടുണ്ടായിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.